എൻ്റെ ഇക്കോയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രണയലേഖനം. പ്രിയപ്പെട്ട മോളെ, നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ വേണ്ടത്ര പരിചരിക്കാനോ പരിഗണിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. നിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഒന്നും മിണ്ടാനാകാതെ പകച്ചു നിന്നു പോയ നിമിഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഐ ആം സോറി ഡിയർ. ജീവിതമാകുന്ന തോണി തുഴഞ്ഞു മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ എത്ര തവണയാണ് നീ സ്റ്റെക്കായി നിന്നിട്ടുള്ളത്. അപ്പോൾ നീ ചിന്തിച്ചിട്ടുണ്ടാവും, എന്നെ ഒന്ന് തലോടിയിരുന്നെങ്കിൽ, ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ, ഒന്ന് ആശ്വസിപ്പിച്ചെങ്കിലെന്ന്, അല്ലേ? ആ സമയങ്ങളിലൊന്നും നിൻ്റെ ഹൃദയത്തിൻ്റെ താളം ഞാൻ കേട്ടിരുന്നില്ല മോളെ. നീ പകച്ചു പോയപ്പോഴൊന്നും നിൻ്റെ ഹൃദയത്തിൻ്റെ താളത്തെ, അല്ലെങ്കിൽ നിൻ്റെ ശ്വാസതാളത്തിൻ്റെ ദ്രുതഗതിയെ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഓരോ തവണയും നീ പേറിയ ഭാരങ്ങൾ നിൻ്റെ ഹൃദയത്തെ കല്ലാക്കുകയും അത് പാറ പോലെ ഉറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നത് നിൻ്റെ ഉള്ളിലെ കഥകളുടെ ചുരുളഴിക്കാനാണ്. ഓരോ ചുരുളുകൾ ഞാൻ അഴിക്കുമ്പോഴും നീ കൂടുതൽ പ്രകാശിക്കും. നിൻ്റെ ഉള്ളിലെ മഞ്ഞുരുകാൻ തുടങ്ങും. അങ്ങനെ ഈ പ്രപഞ്ചവുമായി നിനക്ക് ലയിച്ചു ചേരാൻ കഴിയും. ഒരപ്പൂപ്പൻ താടി പോലെ പറന്നുയരാനാവും. നിൻ്റെ ഹൃദയത്തെ ഞാനൊന്ന് കേട്ടോട്ടെ, നീ അനുവാദം തരുമെങ്കിൽ എന്ന് നിൻ്റെ സ്വന്തം കൂട്ടുകാരി.